السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وعطرته أجمعين. أما بعد. സജ്ദ സൂറത്തിലെ അവസാനത്തെ 3 ആയത്തുകളാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യം ഈ 3 ആയത്തുകളും ഒന്ന് പാരായണം ചെയ്യാം. ശേഷം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വിവരിക്കാം. അവസാനം സംഘമായി ഓതി പരിശീലിക്കുകയും ചെയ്യാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويقولون متى هذا الفتح إن كنتم صادقين. قل يوم الفتح لا ينفع الذين كفروا إيمانهم ولا هم ينظرون. فأعرض عنهم وانتظر إنهم منتظرون. ഇനി പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വിവരിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയഖൂലൂന മതാ ഹാദൽ ഫത്ഹ്. വയഖൂലൂൻ വാവ് ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ മുമ്പുള്ള ക്ലാസ്സിൽ നാം വിവരിച്ചതാണ്. വ ഈ രൂപത്തിൽ തന്നെ മൊഴിയണം. യഖൂ ഖാഫാണ്, കാഫായി പോകാൻ പാടില്ല. വയഖൂലൂന മതാ ഹാദ ഹാ അവ്യക്തമായി പോകാൻ പാടില്ല. അൽ ഫത്ഹു ഈ ഒരു പദം അടിവരയിട്ട് നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഒട്ടുമിക്ക ആൾക്കാരും അൽ ഫത്ഹു വയഖൂലൂന മതാ ഹാദൽ ഫത്ഹു എന്നതിലെ ഫത്ഹു എന്ന പദം ഖൽഖലയോടുകൂടെ ചലനശബ്ദത്തോടുകൂടെയാണ് ഓതാറുള്ളത്. അത് ശരിയായ രൂപത്തിലുള്ള പാരായണമല്ല. എങ്ങനെയാണ് സാധാരണ ആൾക്കാർ ഓതാറുള്ളത്? വയഖൂലൂന മതാ ഹാദൽ ഫത്ഹു. ഫത്ഹു ഇങ്ങനെയാണ്. അത് ശരിയായ രൂപത്തിലുള്ള പാരായണം അല്ല. അൽ ഫത്ഹു ഖൽഖലയില്ലാതെ ചലനശബ്ദം എന്ന ആ ഒരു സിഫത്ത് നൽകാതെ അൽ ഫത്ഹു വയഖൂലൂന മതാ ഹാദൽ ഫത്ഹു ഇങ്ങനെയാണ് ഓതേണ്ടത്. മറ്റു ചിലർ അൽ ഫത്ഹു എന്നതിലെ തായിൽ ധാരാളം കാറ്റ് കൊടുത്തുകൊണ്ട് ഫത്ഹു ഇദശംസു കൂവിറത് ഇതേപോലെ ധാരാളം കാറ്റ് കൊടുത്തും ഓതാറുണ്ട്. അതും പിഴവാണ്, തെറ്റായ രൂപത്തിലുള്ള ഉച്ചാരണമാണ്. ഫത്ഹു വയഖൂലൂന മതാ ഹാദൽ ഫത്ഹു ഇദശംസു കൂവിറത് ഇത്രയേ കാറ്റുണ്ടാവാൻ പാടുള്ളൂ. വയഖൂലൂന മതാ ഹാദൽ ഫത്ഹു ഇൻ കുൻതും സാദിഖീൻ. ഇൻ സുക്കൂനുള്ള നൂനാണ്, ശേഷം കാഫ് വന്നു. ഇവിടെ ഇഖ്ഫാ ചെയ്യണം. പലരും ഇവിടെ ഇൻ കുൻതും ഇങ്ങനെ ഓതാറുണ്ട്. അതും ശരിയായ രൂപത്തിലുള്ള ഓത്തല്ല. ഇൻ കുൻതും ഇഖ്ഫാ ചെയ്യുമ്പോഴുള്ള നൂനിനെ പലരും ഉച്ചരിക്കാറുള്ളത് നാവിൻ്റെ തല മേലെ മുൻപല്ലിൻ്റെ ഊനിൽ തൊട്ടുകൊണ്ട് ഇൻ കുൻതും ഇങ്ങനെയാണ്. അതും ശരിയായ രൂപത്തിലുള്ള പാരായണമല്ല. അങ്ങനെ നാവിൻ്റെ തല മേലെ മുൻപല്ലിൻ്റെ ഊനിൽ തൊട്ടുകൊണ്ടല്ല ഇഖ്ഫാ ചെയ്യുമ്പോഴുള്ള നൂനിൻ്റെ ഉച്ചാരണം, തൊടാതെയാണ്.
ഇൻ കുൻതും അൻതും അൻഫാൽ. ഇങ്ങനെയാണ് ഇഖ്ഫാ ചെയ്യുമ്പോഴുള്ള നൂനിൻ്റെ ഉച്ചാരണം. നാം ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സജ്ദ സൂറത്തിലെയും ഇൻ കുൻതും അവിടെയും ഈ ഒരു കാര്യം നാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ശരിയായ രൂപത്തിലുള്ള ഉച്ചാരണം ശ്രദ്ധിച്ചു കേൾക്കൂ. ഇൻ കുൻതും സാദിഖീൻ. സ്വാദാണ്, സാ എന്ന് സീനായി അല്ല സ്വാദായി തന്നെ ഉച്ചരിക്കണം. അടുത്ത ആയത്ത് قل يوم الفتح لا ينفع الذين كفروا إيمانهم. قل يوم قل ഖാഫ് ശ്രദ്ധിക്കണം. യൗമൽ ഫത്ഹി തൊട്ട് മുമ്പുള്ള ആയത്തിൽ ഫത്ഹു എന്ന പദം എങ്ങനെയാണ് പാരായണം ചെയ്തത് എന്നതിനെക്കുറിച്ച് വിശദീകരിച്ചതാണ്, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അൽ ഫത്ഹി ഖുൽ യൗമൽ ഫത്ഹി ലാ യൻഫഉ. ലാ യൻഫഉ ഐൻ ശ്രദ്ധിക്കണം. ലാ യൻഫഉ അല്ലദീന. അല്ലദീ ദാലും ദാലായി പോകാൻ പാടില്ല, ദാലായി തന്നെ ഉച്ചരിക്കണം. അല്ലദീന കഫറു. കഫറു ഫാ കഫറു ഈമാനുഹും നന്നായി മദ് ചെയ്യണം. മാത്രമല്ല ഈമാനുഹും വലാഹും ഈ രണ്ട് ഹാവുകളും അവ്യക്തമായി പോകാനും പാടില്ല. പലരും ഈമാനുഹും വലാഹും യുൻദറൂൻ ഇങ്ങനെ ഓതാറുണ്ട്, ഹാ ഇല്ലാത്തതുപോലെ, ഹാ അവ്യക്തമായി. അങ്ങനെ ഓതാൻ ഒരിക്കലും പാടില്ല. ഹാ അവ്യക്തമായി പോകാൻ പാടില്ല എന്ന് മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ ഇങ്ങനെ ആവർത്തിച്ചു സൂചിപ്പിക്കുന്നത് പലരുടെയും മോത്തിൽ ആ ഒരു പിഴവ് കേൾക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എന്നാൽ ഹായിനെ കൂടുതൽ ശക്തിയോടെ ഈമാനുഹും വലാഹും ഇങ്ങനെയും ഓതാൻ പാടില്ല. മിതമായ രൂപത്തിൽ മാത്രമേ വേണ്ടതുള്ളൂ. ഏത് ഹർഫുകളും ഉച്ചരിക്കുമ്പോൾ ഓവറാവാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. മിതമായ രൂപത്തിൽ അങ്ങനെയാണ് നാം ഓതുകയും പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യേണ്ടത്. لا ينفع الذين كفروا إيمانهم ولا هم ينظرون. ولا هم ينظر ഇവിടെ ലാ ആണ്, ലാദല്ല. യുൻദറൂൻ മണിക്കുകയും ചെയ്യണം. അവസാനത്തെ ആയത്ത് فأعرض عنهم وانتظر إنهم منتظرون. فأعرض ഈ ഒരു പദം ഇങ്ങനെ തന്നെ നിങ്ങൾ ഉച്ചരിച്ചു പരിശീലിക്കണം. ഫഅഅരിൽ ഇവിടെ പലരും ഓതാറുള്ളത് ഐന് ഇല്ലാത്തതുപോലെ ഫഅഅരിൽ, അല്ലെങ്കിൽ ഐനിൽ ഒരൽപ്പം കൽക്കല കൊടുത്തുകൊണ്ട് ഫഅഅരിൽ ഐനിലും കൽക്കല കൊടുക്കും. തൊട്ടു ശേഷമുള്ള ലാദ് ഫഅഅരിൽ ഈ ലാദിലും കൽക്കല കൊടുത്തുകൊണ്ട് ഫഅഅരിദ് അൻഹും ഇങ്ങനെയാണ് പലരും ഓതാറുള്ളത്. അതും ശരിയായ രൂപത്തിലുള്ള പാരായണമല്ല. ശരിയായ രൂപത്തിലുള്ള ഓത്ത് ശ്രദ്ധിച്ചു കേൾക്കൂ. ഫഅഅരിദ് മറ്റൊന്ന് അൻഹും എന്നതിലെയും ഹാ അവ്യക്തമായി പോകാൻ പാടില്ല. അടുത്ത പദം വൻതളിർ. ഈ ഒരു പദവും മുമ്പുള്ള അൽ ഫത്ഹ് എന്ന പദത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പലരും ഇവിടെ ഓതാറുള്ളത് വൻതളിർ ഇന്നഹും എന്നാണ്. വൻതളിർ എന്ന് റായിനെ തഫ്ഹീം ചെയ്തുകൊണ്ട് അങ്ങനെയല്ല ഓതേണ്ടത്. വൻതളിർ ശ്രദ്ധിച്ചു കേൾക്കൂ. വൻതളിർ ഗൈരി എന്ന് റായിനെ തർക്കീഖ് അഥവാ നേരിയതായ രൂപത്തിലാണല്ലോ നാം ഫാത്തിഹ ഓതുമ്പോൾ ഓതാറുള്ളത്. അതേപോലെ തന്നെ ഇവിടെയും റായിന് സുക്കൂനാണ്. അതിൻ്റെ തൊട്ട് മുമ്പ് കസ്റ് വന്നു, ശേഷം
ഇസ്തിഅലാഇൻ്റെ ഹർഫുകൾ അഥവാ ഹു സ ലി തിൻ ഖിൽ ഈ ഹർഫുകളിൽ നിന്നുള്ള ഹർഫുകളൊന്നും വന്നിട്ടും ഇല്ല. അതിനാൽ ഇവിടെ റായിനെ നേരിയതായ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്. അഥവാ വൻതളിർ വൻതളിർ ഇങ്ങനെയാണ് ഓതേണ്ടത്. മറ്റൊന്ന് വൻത ഇവിടെ മണിക്കുകയും ചെയ്യണം, ഇഖ്ഫായ് ചെയ്യണം, മറച്ചു മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. ഇന്നഹും ഇന്നഹും അവിടെയും അവ്യക്തമായി പോകാൻ പാടില്ല. മുൻതളിറൂൻ മുൻത അവിടെ ഇഖ്ഫായ് ചെയ്യണം, മറച്ചു മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. فأعرض عنهم وانتظر إنهم منتظرون. ഈ 3 ആയത്തുകളും നമുക്ക് സംഘമായി ഓതി പരിശീലിക്കാം. ഓരോ ആയത്തുകളും 2 തവണ ഓതും. രണ്ടാമത്തെ തവണ കൂടെ നിങ്ങളും ഓതുക. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. ويقولون متى هذا الفتح إن كنتم صادقين. ويقولون متى هذا الفتح إن كنتم صادقين. قل يوم الفتح لا ينفع الذين كفروا إيمانهم ولا هم ينظرون. قل يوم الفتح لا ينفع الذين كفروا إيمانهم ولا هم ينظرون. فأعرض عنهم وانتظر إنهم منتظرون. فأعرض عنهم وانتظر إنهم منتظرون. സജിദ സൂറത്തിൻ്റെ പാരായണ പഠന ക്ലാസ് ഇതോടെ അവസാനിക്കുകയാണ്. ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ നിർബന്ധമായും പാലിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഈ ക്ലാസ്സുകളിൽ വിവരിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി ക്ലാസ്സുകളൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം. കാരണം നമ്മുടെ ജീവിതത്തിൽ നാം ധാരാളം പതിവായി ഓതുന്ന സൂറത്താണല്ലോ സജിദ സൂറത്ത്. ഈ ഒരു സൂറത്ത് പാരായണം ചെയ്താൽ എത്രയോ മഹത്വങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ മുമ്പ് നാം വിശദീകരിച്ചതാണ്. ആ മഹത്വങ്ങളും ശ്രേഷ്ഠതകളുമെല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പാരായണം ചെയ്യണം. മാത്രമല്ല, അള്ളാഹുവിൻ്റെ കലാമാണല്ലോ ഇത്, ഖുർആനാണല്ലോ, തെറ്റുകൂടാതെ തന്നെ ഓതണം. അതുകൊണ്ടാണ് ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ചില പദങ്ങളിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ചില തെറ്റുകളൊക്കെ സൂചിപ്പിച്ചത്. വളരെ ശ്രദ്ധയോടെ ഈ സൂറത്ത് പാരായണം ചെയ്തു പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.